സോ നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കൺസെപ്റ്റ് ക്യാപ്സ്യൂൾ 10. സോ ഇത് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ഒരു വട്ടം നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം. So B Limited has incurred the following transaction in respect of acquiring a plant is exchange of a old plant. അപ്പോൾ നമുക്ക് പുതിയൊരു പ്ലാന്റ് നമ്മൾ അക്വയർ ചെയ്യാണ്, പഴയ പ്ലാന്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പുതിയ പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്വയർ ചെയ്യുന്നത് കേട്ടോ. സോ ഓൾഡ് സൈറ്റ് വാസ് ഡിസ്മാൻഡിൽഡ് അറ്റ് എ കോസ്റ്റ് ഓഫ് 8000 രൂപ. സോ നമുക്ക് പഴയ സൈറ്റ് ഡിസ്മാൻഡിൽ ചെയ്യാൻ, അത് ഫുള്ള് പൊളിച്ച് കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു 8000 രൂപ ചിലവ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എസ്റ്റിമേറ്റഡ് ഡിസ്മാൻഡലിംഗ് കോസ്റ്റ് വാസ് ക്യാപിറ്റലൈസ്ഡ് ഫോർ ദി ഓൾഡ് പ്ലാന്റ്. സ്ക്രാപ്പ് ഫ്രം ദി ഓൾഡ് സൈറ്റ് സോൾഡ് അറ്റ് 1000 രൂപ. നമ്മളത് പൊളിച്ച് കളഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 1000 രൂപ നമുക്ക് സ്ക്രാപ്പ് ആയിട്ട് നമ്മൾ സെയിൽ ചെയ്ത സമയത്ത് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ പിന്നെ ദ ന്യൂ സൈറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് അറ്റ് എ കോസ്റ്റ് ഓഫ് 48,000 രൂപക്ക് നമ്മൾ പുതിയ ഒരു സൈറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ സപ്ലയർ ഓഫ് ന്യൂ പ്ലാന്റ് അഗ്രി ടു ടേക്ക് അവേ ദി ഓൾഡ് പ്ലാന്റ് അറ്റ് എ ഫെയർ വാല്യൂ ഓഫ് 1,26,000. സോ 1,26,000 രൂപക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂ സൈറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് എന്നാണ് കേട്ടോ. ന്യൂ സൈറ്റ്, അതായത് നമ്മൾ പുതിയ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയില്ലേ, അതാണിത് കേട്ടോ. സോ സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ് ആണിത്. സോ അതേപോലെ തന്നെ പഴയ പ്ലാന്റ് അവർ ടേക്ക് ഓവർ ചെയ്തത് 1,26,000 രൂപക്കാണ് അവർ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ പുതിയ പ്ലാന്റിൻ്റെ പൈസ 3,20,000 രൂപയാണ്. ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദി ഓൾഡ് പ്ലാന്റ് വാസ് 1,00,000. സോ 1,00,000 റുപ്പീസിൻ്റെ ഓൾഡ് പ്ലാന്റാണ് പുതിയ സപ്ലയർ 1,26,000 രൂപയ്ക്ക് ടേക്ക് ഓവർ ചെയ്തിട്ട് പുതിയ പ്ലാന്റ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ പഴയ പ്ലാന്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പുതിയ പ്ലാന്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. ഇപ്പോൾ പഴയ പ്ലാന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 1,00,000 രൂപയായിരുന്നു അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട്. അങ്ങനെ അത് 1,26,000 രൂപയ്ക്ക് അത് എന്ത് ചെയ്തു, പുതിയ സപ്ലയർ ടേക്ക് ഓവർ ചെയ്തു. 3,20,000 രൂപയാണ് പുതിയ പ്ലാന്റിൻ്റെ കോസ്റ്റ്. അതിൽ 1,26,000 എന്ത് ചെയ്തു, പഴയ പ്ലാന്റിൻ്റെ വിലയാക്കി എടുത്തു. ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് ആയിട്ട് കൊടുക്കും. ഓക്കെ, സോ ഇനി പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി എസ്റ്റിമേറ്റഡ് ഡിസ്മാൻഡലിംഗ് ദി സൈറ്റ്. ഇനി പുതിയ ഈ പ്ലാന്റ് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 16,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിൽ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അതിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് പ്ലാന്റ് ഈസ് 4,000 ആൻഡ് ഫോർ ട്രയൽ റണ്ണ് 1,600 രൂപ ചിലവുണ്ട്. ഫ്രൈറ്റ് പെയ്ഡ് 8,000 രൂപ ചിലവുണ്ട്. GST ഓൺ സപ്ലൈ ഓഫ് പ്ലാന്റ് 18% ഇൻട്രാസ്റ്റേറ്റ് ആണ്, ആൻഡ് ഫ്രൈറ്റിനും 18% ഇൻട്രാസ്റ്റേറ്റ് ആണ്. ഓക്കെ, സോ ലോസ് എമൗണ്ട് ടു 40,000 ഫോർ ലോ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഓഫ് ദി പ്ലാന്റ് ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ. ഓക്കെ, സോ ഇത് അബ്നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസ് കാരണം അബ്നോർമൽ ലോസ് ആവാനുള്ള കാരണം, സോ അബ്നോർമൽ ലോസ് എപ്പോഴാണ് നമ്മളതിൽ വരിക, അബ്നോർമൽ ലോസ് വരുന്നത് നമ്മളുടെ ഇനെഫിഷ്യൻസി കാരണം അവോയ്ഡബിൾ ആക്കാൻ പറ്റുമായിരുന്ന ഒരു സംഭവത്തെ നമ്മളുടെ എന്താ പറയുക മടി കാരണം അല്ലെങ്കിൽ നമ്മളുടെ ഇനെഫിഷ്യൻസി കാരണം ഉണ്ടായിട്ടുള്ള ഒരു നഷ്ടമാണ്. സോ അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടതാണ് ഈ 40,000. കണ്ടോ, ലോ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഓഫ് ദി പ്ലാന്റ് ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ. പ്ലാന്റ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു, നമ്മളത് ആ ഒരു പ്ലാന്റ് നമ്മൾ അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മളത് യൂട്ടിലൈസ് ചെയ്തില്ല. അങ്ങനെ നമുക്കൊരു 40,000 രൂപ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാരണം ഉണ്ടായിട്ടുള്ള നഷ്ടമാണ്. അത് അബ്നോർമൽ ലോസ് ആണ്. ഓക്കെ, സോ ഒരു 10,000 വാസ് പെയ്ഡ് ആസ് കോസ്റ്റ് ഓഫ് ലോഞ്ചിങ് ദ പ്രൊഡക്റ്റ് ടു ദി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി പ്ലാന്റ്, റെക്കഗ്നൈസ് ദി അസറ്റ് വാല്യൂ ആൻഡ് പാസ് ജേണൽ എൻട്രി. സോ ഇത് ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള കോസ്റ്റ് ആണ് അല്ലേ. പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യൂല, കോസ്റ്റ് ഓഫ് PPEയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൂല, അത് എക്സ്ക്ലൂഡ് ചെയ്യും എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, സോ റെക്കഗ്നൈസ് ദി അസറ്റ് വാല്യൂ ആൻഡ് പാസ് ജേണൽ എൻട്രീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ജേണൽ എൻട്രി പാസ് ചെയ്യുകയും വേണം. ഓക്കെ, സോ ഇതാണ് സംഭവം. ഓക്കെ, സോ നമുക്ക് ആൻസറിലോട്ട് പോവാം. സോ എങ്ങനെയാണ് ആൻസർ എഴുതുന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ പ്ലാന്റിൻ്റെ
കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് പി പി സോ ആദ്യം തന്നെ നമുക്ക് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? പുതിയ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3,20,000 രൂപയാണ്. ഓക്കെ, സോ പ്രൈസ് ഓഫ് ന്യൂ പ്ലാന്റ്, പ്രൈസ് ഓഫ് ന്യൂ പ്ലാന്റ് 3,20,000 രൂപ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ് ഉണ്ട്. ന്യൂ സൈറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് അറ്റ് എ കോസ്റ്റ് ഓഫ് 48,000. സോ ഈ പ്ലാന്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈറ്റ് പ്രിപ്പയർ ചെയ്തതാണ് 48,000 രൂപക്ക്. സോ അപ്പോൾ അത് സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ് ഉണ്ട് കേട്ടോ. സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ് നമുക്കൊരു 48,000 രൂപക്കുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാക്കണോ, ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എസ്റ്റിമേറ്റഡ് ഡിസ്മാൻഡ്ലിംഗ് ദി സൈറ്റ് 16,000 രൂപ ഉണ്ട്. ഓക്കെ, സോ അത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് ആണ്. സോ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ്, ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്, കാരണം അത് ഫ്യൂച്ചറിൽ നമുക്ക് ഈ സൈറ്റ് പൊളിച്ച് കളയാൻ വരുന്ന കോസ്റ്റാണ്. അതിനെപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂലോട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ പ്രസൻറ്റ് വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, സോ അതുകൊണ്ട് നമ്മളത് എടുത്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റാളേഷൻ 4,000 രൂപ, ട്രയൽ റൺ എക്സ്പെൻസ് 1,600 രൂപ അല്ലേ. സോ വേജസ് ഫോർ ഇൻസ്റ്റാളേഷൻ wages for installation 4,000 രൂപ, ട്രയൽ റൺ എക്സ്പെൻസ് 1,600 രൂപ. സോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫ്രൈറ്റ് എക്സ്പെൻസ് ഉണ്ട് 8,000 രൂപ അല്ലേ. സോ ഫ്രൈറ്റ് എക്സ്പെൻസ് ഉണ്ട് 8,000 രൂപ. ഓക്കെ, സോ പിന്നെ GST നമ്മൾ എന്താ പറയുക, റീഫണ്ടബിൾ ടാക്സസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, സോ ഇത്രയല്ലേ ഉള്ളൂ. സോ പിന്നെ നമുക്ക് ഈ ലോസ്, അബ്നോർമൽ ലോസ് നമ്മൾ എന്ത് ചെയ്യില്ല, എടുക്കൂല. കാരണം നമ്മളെ ഇനഫിഷ്യൻസി കാരണം ഉണ്ടായിട്ടുള്ള ഒരു ലോസ് 40,000 രൂപ അതൊരിക്കലും അസറ്റായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇതെന്തുകൊണ്ട് എടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇനഫിഷ്യൻസി കാരണം ഉണ്ടായിട്ടുള്ളതാണ് അല്ലേ. സോ ദിസ് ലോസ് ഈസ് ഡ്യൂ ടു ഇനെഫിഷ്യൻസിയാണ്. സോ അബ്നോർമൽ ലോസ് ആണ്, അതുകൊണ്ട് ഇത് എക്സ്ക്ലൂഡ് ചെയ്യണം. സോ അത് നമുക്ക് എടുക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ വേറെ ലോഞ്ചിങ് ഓഫ് ദി പ്രൊഡക്റ്റ് അല്ലേ. സോ കോസ്റ്റ് ഓഫ് ലോഞ്ചിങ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, സോ ഇതും നമ്മൾ ആ ഒരു പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് അല്ല. ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് അല്ലാത്തത് കൊണ്ട് സോ ഈ ഒരു 10,000 റുപ്പീസും കൂടി നമ്മൾ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൂല. ഓക്കെ, സോ ഇത്രയാണ് അപ്പോൾ കോസ്റ്റ് ഓഫ് പി പി, പുതിയ പ്ലാന്റിൻ്റെ കോസ്റ്റ് വരുന്നത്. സോ കോസ്റ്റ് ഓഫ് പി പി ഈക്വൽ ടു സോ എത്ര വരുന്നുണ്ട് ടോട്ടൽ? സോ 3,97,600 രൂപ അല്ലേ. 3,97,600 രൂപ വരുന്നുണ്ട്. ഓക്കെ, സോ ഇനി ജേണൽ എൻട്രീസ്. ജേണൽ എൻട്രീസ് ആണ് അല്ലേ. സോ ജേണൽ എൻട്രീസ് എപ്പോഴും നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോൾ ആ ഒരു കോളത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ആദ്യം നമ്മളുടെ നോക്കാം നമുക്ക് എങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരുന്നത് എന്നുള്ളത് നോക്കാം. സോ ആദ്യം നമുക്ക് ഈ ഓൾഡ് പിന്നെ സൈറ്റ് ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8,000 രൂപ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചിലവാകുന്നുണ്ട്. ഓക്കെ, ഓൾഡ് സൈറ്റ് വാസ് ഡിസ്മാൻഡിൽഡ് അറ്റ് എ കോസ്റ്റ് ഓഫ് 8,000 രൂപ. അപ്പോൾ നമുക്ക് ഈ പിന്നെ പഴയ പ്ലാന്റിൻ്റെ ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ് ചെയ്യണം. അത് ഓൾഡ് പ്ലാന്റിൻ്റെ കോസ്റ്റിലോട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, സോ ഓൾഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 8,000 രൂപ. സോ ഇത് എന്തുകൊണ്ടാണ്
എക്സ്പെൻസ് ആക്കാതെ അസറ്റിൽ ആഡ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഓൾഡ് മെഷീനറിയുമായിട്ട് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആണ്. ആ ഓൾഡ് മെഷീനറി അല്ലെങ്കിൽ ഓൾഡ് പ്ലാന്റ് ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സൈറ്റ് എന്ത് ചെയ്യാണ്, പൊളിച്ച് കളയാനുള്ള കോസ്റ്റാണ്. ആ സൈറ്റ് പൊളിച്ച് കളയാനുള്ള കോസ്റ്റ് നമ്മൾ ആൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ ഡിസ്മാൻഡ്ലിംഗ് ഓഫ് ഓൾഡ് സൈറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് സ്ക്രാപ്പ് കിട്ടുന്നുണ്ട് അല്ലേ. സ്ക്രാപ്പ് ഈ പിന്നെ പഴയ സൈറ്റ് പൊളിച്ച് കളഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സൈറ്റ് പൊളിച്ച് കളഞ്ഞ സമയത്ത് ഒരു 1000 രൂപയുടെ സ്ക്രാപ്പ് നമ്മൾ സെയിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ആ മെഷീനറിയിൽ നിന്ന് ലെസ് ചെയ്യുകയും വേണം കേട്ടോ. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ നമുക്ക് പൈസ കിട്ടുകയാണല്ലോ ടു ഓൾഡ് മെഷീനറി. സോ എത്രയാണ്, 1000 രൂപ നമുക്ക് സ്ക്രാപ്പ് കിട്ടി. സോ അത് ആ അസറ്റ് സെയിൽ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ക്യാഷ് ആയതുകൊണ്ടാണ് അത് ആ അസറ്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്തത്, ലെസ് ചെയ്തത്. മനസ്സിലായോ? ഓക്കെ, സോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സ്ക്രാപ്പ് റിയലൈസ്ഡ്. സ്ക്രാപ്പ് റിയലൈസ്ഡ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, പുതിയ അസറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ മെഷീനറി നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലാന്റ് നമ്മൾ പർച്ചേസ് ചെയ്യാണ് അല്ലേ. സോ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ. സോ മെഷീനറിൻ്റെ വാല്യൂ നമ്മൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 3,97,600. 3,97,600 രൂപ. ഓക്കെ, സോ മെഷീനറിൻ്റെ വാല്യൂ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 3,97,600 ആണ്. സോ 2 നമ്മൾ ഓൾഡ് മെഷീനറി നമ്മളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, പോയില്ലേ. സോ ഇതിന് ക്യാഷ് ആയിട്ട് ഇതിൽ കുറച്ച് എമൗണ്ട് നമ്മൾ ഓൾഡ് മെഷീനറിയും കൊടുക്കുന്നുണ്ട്, കുറച്ച് എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഓൾഡ് മെഷീനറി എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾഡ് മെഷീനറിയാണ് കുറച്ച് കൊടുക്കുന്നത്, പിന്നെ നമ്മൾ കുറച്ച് ക്യാഷും കൊടുക്കും. ഓക്കെ, സോ അപ്പോൾ ഓൾഡ് മെഷീനറി സാധാരണ നമ്മളിപ്പോൾ ഒരു അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് എന്താ ജേണൽ എൻട്രി വരിക, നമ്മളിപ്പോൾ ഒരു പഴയത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്രക്കാണ് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇവർ ടേക്ക് ഓവർ ചെയ്ത എമൗണ്ട് പറയുന്നുണ്ട് 1,26,000 രൂപക്കാണ് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ഇപ്പോൾ ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നതെന്ന് നോട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ 1,26,000 ടു ഓൾഡ് മെഷീനറി. സോ അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, 1,00,000 രൂപയുള്ളൂ അല്ലേ. സോ അതിൻ്റെ ബുക്ക് വാല്യൂ 1,00,000 രൂപയുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി എന്തായിരിക്കും, ടു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി 26,000 രൂപ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല, അതിന് പകരം നമുക്ക് പുതിയ മെഷീനറിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ശരിക്കും ജേണൽ എൻട്രി വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ടു ഓൾഡ് മെഷീനറി എത്ര രൂപയുടെ ഓൾഡ് മെഷീനറി നമ്മളേക്കൊന്ന് പോയി, 1,00,000 രൂപയുടെ ഓൾഡ് മെഷീനറി പോയി. ടു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി, ടു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എത്ര, 26,000 രൂപ നമുക്ക് കിട്ടി. കാരണം 1,26,000 രൂപക്കാണ് അവിടെ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്തു, കിട്ടി. സോ ഇനി ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ആയിട്ട് കൊടുക്കണം. ബാക്കി എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യണം, പേ ചെയ്യണം. സോ അപ്പോൾ എത്രയാണ് ക്യാഷ് ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ക്യാഷ് ആയിട്ട് ടോട്ടൽ 3,20,000 രൂപയാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, നമ്മളുടെ പ്ലാന്റിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അതിൽ 1,26,000 രൂപക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സപ്ലയർ ഓൾഡ് മെഷീനറി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എത്ര കൊടുക്കേണ്ടുള്ളൂ, 1,94,000 രൂപ എന്ത് ചെയ്യേണ്ടുള്ളൂ, 1,94,000 രൂപ നമുക്ക് പിന്നെ ഇനി ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യേണ്ടുള്ളൂ, പേ ചെയ്യേണ്ടുള്ളൂ. സോ ഇനി വേറെ കുറച്ച് എമൗണ്ട് കൂടി നമ്മൾ ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് ഈ സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ് നമ്മൾ ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. അതേപോലെ ഇത് ക്യാഷ് ആയിട്ട് ഇപ്പോൾ പേ ചെയ്യേണ്ടതല്ല. പിന്നെ വേജസ് നമ്മൾ ക്യാഷ് ആയിട്ട് ഇപ്പോൾ പേ ചെയ്യേണ്ടതാണ്. ട്രയൽ റൺ കോസ്റ്റ് നമ്മളിപ്പോൾ ക്യാഷ് ആയിട്ട് പേ ചെയ്യേണ്ടതാണ്. ഫ്രൈറ്റ് എക്സ്പെൻസ് നമ്മളിപ്പോൾ ക്യാഷ് ആയിട്ട് പേ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ അപ്പോൾ 48,000 പ്ലസ് 4,000 1,600 8,000 അല്ലേ. സോ അത്രയും കൂടി കേട്ടോ. സോ 48,000 പ്ലസ് 4,000 പ്ലസ് 1,600 പ്ലസ് 8,000. സോ ടോട്ടൽ 61,600 രൂപ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യണം, പേ ചെയ്യണം. ഓക്കെ,
61,600 രൂപ. സോ പിന്നെ നമ്മൾ ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് നമ്മൾ എന്താ ചെയ്യൽ? ലാബിലിറ്റി ഫോർ ഡീകമ്മീഷനിങ് അല്ലെങ്കിൽ ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇടല് അല്ലേ? ലാബിലിറ്റി ഫോർ ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ്. ഓക്കെ, സോ അത് എത്രയുണ്ട്? ലാബിലിറ്റി ഫോർ ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കുള്ളത് 16,000 രൂപയാണ്. സോ ഇപ്പോൾ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ടാകും? നമ്മളുടെ ജേണൽ എൻട്രി ടാലി ആയിട്ടുണ്ടാകും. സോ 3,97,600 രൂപയാണ് നമ്മൾ അസറ്റിൻ്റെ വാല്യൂ ഇട്ടിരുന്നത്. അതിൽ 1,26,000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾഡ് മെഷീനറി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ബാക്കി 1,94,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാന്റിൻ്റെ ക്യാഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് പേ ചെയ്തിട്ടുണ്ട്. ഫ്രൈറ്റ് എക്സ്പെൻസും പിന്നെ സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റും വേജസും അതുപോലെ തന്നെ ട്രയൽ റൺ എക്സ്പെൻസും ഒക്കെ ആയിട്ട് നമ്മളൊരു 61,600 രൂപയും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മളിത് ലാബിലിറ്റി, ഇത് ഫ്യൂച്ചറിൽ പേ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ലാബിലിറ്റി ഫോർ ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇട്ടിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എന്ത് ചെയ്തു? ടാലിയായി. സോ അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് വരും, അപ്പോൾ സാറേ GST പേ ചെയ്യേണ്ട, GST ഉണ്ട്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് GST നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാതെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് GST ഇൻക്ലൂഡ് ചെയ്തിട്ടും അക്കൗണ്ട് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ ഇതേപോലെ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഈ ഒരു മിഷനറി ഈ ഇൻപുട്ട് GST അതേപോലെ തന്നെ ഇൻപുട്ട് SGST എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടി വരും. അത് ബാങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ആഡ് ചെയ്യുകയും വേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ നമ്മൾ അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ്. സോ അത് ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ നോട്ടിൽ കൊടുക്കാം. ടെക്സ്റ്റ് ബുക്കിലും അത് കൺസിഡർ ചെയ്യാതെയാണ് ചെയ്യാം. കൺസിഡർ ചെയ്തിട്ട് ചെയ്താലും കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. കൺസിഡർ ചെയ്തിട്ട് ചെയ്താലും കറക്റ്റ് ആൻസർ ആണ്. കാരണം നോ പ്രോബ്ലം. ഇത്രയേ ഉള്ളൂ. ഇൻപുട്ട് CGST ഇൻപുട്ട് SGST അത് ബാങ്കിൽ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യും? ഇൻപുട്ട് CGST SGST എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിലും വരും. അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യും? ബാങ്കിൽ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യുകയും ചെയ്യും. ജേണൽ എൻട്രി ടാലി ആകും. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പോലെ തന്നെ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സോ അപ്പോൾ GST അക്കൗണ്ടിങ് has not been shown. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. സോ അതേപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒന്ന് ലോസ് ഓഫ് 40,000 അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ്. പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ളൊരു കോസ്റ്റ് ഉണ്ട്. സോ അതും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? 10,000 ആർ എക്സ്ക്ലൂഡഡ് ഫ്രം കോസ്റ്റ് ഓഫ് PPE. Excluded from cost of PPE. It should be charged to the profit and loss account. It should be charged to profit and loss account. So the profit and loss account ചാർജ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ആൻസർ കേട്ടോ. സോ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ഏരിയയിലോട്ട് പോകാം.